വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. കുറേ പേർക്ക് ഇത് അറിയാം, ഒരുപാട് പേര് ഇത് അറിഞ്ഞിട്ടുണ്ട്, അറിയും ചെയ്യാം. പക്ഷെ എങ്കിലും കൂടി കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇതൊന്നും അറിയാത്തവരുമുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരം ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു ഉപകാരം ആവട്ടെ എന്നും കൂടി ഉദ്ദേശിച്ചാണ് ഈ വീഡിയോയുടെ അത്യാവശ്യമായിട്ട് വന്നത്. കാരണം ഈ വീഡിയോ അത്യാവശ്യമൊന്നുമല്ല, നിങ്ങൾക്കറിയാം. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിക്കുക എന്നൊരു രീതിയുണ്ട്. ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യോഗിവര്യന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഈ ഒരു സമയത്തായിരുന്നു അവരുടെ ധ്യാനം, ജപം, യോഗമുറകൾ, അങ്ങനെ വേണ്ട സകല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അവർ ചെയ്തിരുന്നത്. കാരണം ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം തന്നെ 100% ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അത് നമുക്ക് ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിയാൻ കഴിയും. ഈ ആത്മീയ അനുഭൂതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും നുകരാൻ കഴിയുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എപ്പോഴെന്ന് ചോദിച്ചാൽ 3 മണിക്ക് ശേഷം കൊടുക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ശരിക്കും പറഞ്ഞാൽ ഒരു 3-3:30 ശേഷം തുടങ്ങി അത് പരമാവധി 5:18 വരെ അഥവാ 5:20 വരെയൊക്കെ നമുക്കത് ബ്രഹ്മമുഹൂർത്തമായി സങ്കല്പിച്ച് നമുക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ധാരാളം വിഷമങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹമാണ്. അന്തരീക്ഷ മലിനീകരണം ഈ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിനൊക്കെ ചൊറുക്കാൻ കൂടി ഈ ഒരു സമയത്തിലെ ധ്യാനം, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ജപം, വിളക്ക് കത്തിക്കുക, അതായത് നമ്മൾ നിലവിളക്ക് കത്തിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ, ഇതൊക്കെ വളരെയധികം നമ്മൾക്ക് എനർജി തരുന്ന ഒരു രീതിയാണ്, ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചോദിച്ച ആൾക്കാർക്ക് മറുപടിയും കൂടിയാണ് ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തുടർന്ന് വരുന്ന ബെല്ലൈക്കനും അമർത്തി. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ എല്ലാ കമന്റും നോക്കുന്നതായിരിക്കും. എല്ലാവരും നല്ല കമന്റാണ് ഈ വീഡിയോയിൽ ഇടാറ്. എന്നാൽ ചില ആൾക്കാർ ചില കമന്റുകൾ മോശമായി ഇടാറുണ്ട്. അത് അവരുടെ രീതിയാണ്. നമ്മളതിന് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് ഒരു അവകാശമുണ്ടല്ലോ ഏത് കമന്റ് ഇടാനും. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും മനുഷ്യൻ എല്ലാവരും ഒരേപോലെ അല്ല എന്നുള്ളതാണ്. അതിൽ ചില ആൾക്കാർ എന്ത് നല്ല കാര്യം ചെയ്താലും, ആരുടെ എത്ര വലിയ നല്ല വീഡിയോ തന്നാലും, ആര് ചെയ്താലും അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞോട്ടെ, നമ്മളതിനെ മെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മളൊന്നും സംഭവിക്കാൻ പോകില്ല. അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളത്. അങ്ങനത്തെ കമന്റുകളും നല്ല കമന്റുകൾ ഇടുന്ന നല്ല വ്യക്തികളുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പൊ ഈ ബ്രഹ്മമുഹൂർത്തത്തിലെ കാര്യം പറഞ്ഞു. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നല്ല ഗുണമായിട്ട് ഭവിക്കുന്ന പറയാം. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം സാധിക്കണം. അതിന് വീട് വെക്കാനാണെങ്കിൽ ഒറ്റ ആഗ്രഹം നമ്മൾ മനസ്സിൽ കാണും. അതല്ല ജോലിക്കാണെങ്കിൽ, നമുക്ക് ജോലിയാണ് കിട്ടണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജോലിനെ ഫോക്കസ് ചെയ്യും. ഇനി അഥവാ നമുക്ക് ഒരു വാഹനം മേടിക്കാനാണ്, സാധിക്കുന്നില്ല നമുക്ക് വാഹനം മേടിക്കാൻ, ആ ഒരു വാഹനം മേടിക്കേണ്ടതിനെ മാത്രം ഫോക്കസ് ചെയ്യും. ഇനി അഥവാ നമുക്കൊരു വസ്തു, പറമ്പ്, സ്ഥലം മേടിക്കാനാണ്, വീട് വെക്കാനാണ് എങ്കിൽ അത് മാത്രം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന്, ഉദാഹരണത്തിന് മിനിമം 4 മണിക്കെങ്കിലും ഉണർന്ന് നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് നമ്മൾ നിലവിളക്ക്, സാധാരണ നിലവിളക്ക് മാത്രം മതി. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് മറ്റേ ചിരാതുകളുടെ ഒന്നും ആവശ്യമില്ല. ചിരാത് നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിലവിളക്ക് കത്തിക്കുക. എത്രയോ പഴയ കാലം നിലവിളക്ക്. അപ്പൊ നിലവിളക്കിലാണ് നമ്മൾ തിരിയിടേണ്ടത്.
അതായത് നല്ല ശുദ്ധിയായ എള്ളെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇനി എള്ളെണ്ണയെക്കാട്ടും കുറച്ചും കൂടെ നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് വളരെയധികം നല്ലതാണ്. വീട്ടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ടുവരാൻ നെയ്യ് വളരെയധികം നല്ലതാണ്. അതേപോലെ എണ്ണയും അതെ, നല്ലെണ്ണ, നല്ല എള്ള ആട്ടിയ നല്ലെണ്ണ കത്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നല്ല ഓക്സിജൻ ഉണ്ടാവും. നല്ല എനർജി നമുക്ക് തരുന്ന ഒന്നാണ് ഈ എള്ളെണ്ണ. അപ്പോ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് നല്ല വെളിച്ചെണ്ണയാണ്. നല്ല വൃത്തിയുള്ള കൊപ്പര ആട്ടിയ വെളിച്ചെണ്ണയും ചെയ്യാം. ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കത്തി തീരും എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ നല്ലതാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യാവൂ. നിങ്ങൾ വിളക്കെണ്ണ ഒന്നും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കരുത്. നമ്മളൊരു ഗുണത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. നമ്മുടെ അന്തരീക്ഷം തന്നെ, നമ്മുടെ വീടും പരിസരം തന്നെ നാശമാകും ആ എണ്ണ കത്തി കഴിഞ്ഞാൽ, വിളക്കെണ്ണ കത്തി കഴിഞ്ഞാൽ. അങ്ങനെ വിളക്കെണ്ണ പറഞ്ഞൊരു എണ്ണ ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര കാലം മുന്നേ വന്നത്. അപ്പൊ പണ്ട് എള്ളെണ്ണയാണ്. എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതിൽ മൂന്ന് എണ്ണകളിൽ ഏതെങ്കിലും ഒരു എണ്ണ കത്തിച്ച് ഈ ഒരു കർമ്മം ചെയ്യും. പ്രത്യേകിച്ച് ഒന്നുമില്ലത് ചെയ്യാൻ. നമ്മൾ കിഴക്കോട്ട് പറഞ്ഞല്ലോ, കുളി കഴിഞ്ഞ് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് പൂജാമുറിയിലോ ഇനി ശുദ്ധിയുള്ള സ്ഥലത്തോ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ഒരു തിരിയിട്ട് കിഴക്കോട്ട് കത്തിക്കുന്നു, ഒറ്റ തിരി. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൂപ്പിയ തിരി, അതായത് ഇങ്ങനെ 2 തിരിയിട്ടിട്ട് ഇങ്ങനെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഇടാം. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 5 തിരി ഇടാം. 5 തിരി 4 ദിക്കിലേക്കും ഒന്ന് ഈശാനകോണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരിക്കാം. അതായത് കിഴക്കിന്റെയും വടക്കിന്റെയും ഇടയിൽ വരുന്ന ഒരു തിരി. അങ്ങനെയാണ് 5 തിരി ഇടേണ്ടത് കേട്ടോ. അത് അറിയുന്നവരായിരിക്കും എല്ലാവരും, പക്ഷെ അറിയാത്ത ചില ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ 5 തിരിയിട്ടിട്ട് ഭദ്രദീപം കൊളുത്തണം. അതിന് ഭദ്രദീപം എന്നാ പറയുക. അപ്പൊ ഇങ്ങനെ കൊളുത്തിയിട്ട് നമ്മൾ ഇനി ഒരു മന്ത്രം അറിയില്ലെങ്കിൽ പോലും നമ്മൾ ധ്യാനിച്ചിരിക്കാം. വെറുതെ ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മുഹൂർത്തം ഇരിക്കുക. ഒരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ 48 മിനിറ്റാണ് ഒരു മുഹൂർത്തം. അത്രയും സമയം നമുക്ക് ഇരുന്നാൽ വളരെയധികം നല്ലതാണ്. ഇനിയല്ല നിങ്ങൾക്ക് യോഗയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യോഗ ചെയ്യാം. പറഞ്ഞ ധ്യാനത്തിലിരിക്കാം. ജപിക്കുന്നവരാണെങ്കിൽ ജപം നടത്താം. ഇതിനൊക്കെ അധികം വളരെ 100 ഇരട്ടി പവർ നൽകുന്ന സമയമാണ് ഈ സമയം. ഈ സമയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നല്ല ഓക്സിജൻ ഉണ്ടാവും. കാരണം നല്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറം തള്ളിയിട്ട് നല്ല ഒരു എനർജി തരുന്നതാണ് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സമയമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. അതായത് 4 മണി ഏകദേശം തുടങ്ങി ഒരു 5:15, 5:20 വരെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. സൂര്യ ഉദയത്തിന് മുന്നേ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗായത്രി മന്ത്രം ജപിക്കാം. ഗായത്രി മന്ത്രം 8 ഉരു അല്ലെങ്കിൽ 108 ഉരു നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാം. ഓം ഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ഗായത്രി മന്ത്രം ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതാ മന്ത്രം ഉപയോഗിച്ച് 108 1008 നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരാഗ്രഹം മാത്രമല്ല കേട്ടോ, ഒരാഗ്രഹം നടന്നു കിട്ടുന്നതാണ് വിശ്വാസം. അത് നടക്കും ചെയ്യും. കാരണം മാത്രമല്ല നമുക്ക് ഇനി എല്ലാ തികഞ്ഞ ആൾക്കാരാണ്, എല്ലാം നമുക്കുണ്ട് എങ്കിൽ പോലും നമ്മുടെ വീടും പരിസരവും നമ്മൾക്കും ഐശ്വര്യം എന്ന് നിറയും എന്നാണ് വിശ്വാസം. അത്രയും പവറുള്ള ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. നിങ്ങളിത് ചെയ്യേണ്ടത് 41 ദിവസമാണ്. പക്ഷെ 41 ദിവസം ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ജീവിത ചര്യയായിട്ട് ദിനം പ്രതി നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശുഭകരമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, നമ്മുടെ ജീവിതചര്യയാണത്. ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അത് നിത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് 41 ദിവസം തുടർച്ചയായി ചെയ്യുക. 41 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല കാര്യമാണ് ഈ രീതി.
വിദ്യാർത്ഥികളൊക്കെ ഈ സമയത്ത് പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാവും. നമുക്ക് പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. പരീക്ഷയ്ക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് എഴുതാൻ കഴിയും. അങ്ങനെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവര്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവര്, സംഗീതജ്ഞര്, ഇവർക്കൊക്കെ നല്ല സമയമാണ്. ഇനി വേണ്ട നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ജിമ്മിന് പോകുന്നവർക്ക് പോലും ഈ ഒരു സമയം ഒരു 5:30, 5:15, 4 മണി ഇതിനൊക്കെ നല്ല സമയമാണ്. എല്ലാം കൊണ്ടും പ്രകൃതി ശാന്തമായി നമ്മളെ അനുകൂലിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാം ഇത്തരം കാര്യം. സ്ത്രീകള് മാസമുറ സമയം 7 ദിവസം ഇത് ചെയ്യരുത്, ബാക്കി തുടർന്ന് ചെയ്യാം. അതിനുശേഷം തുടർന്ന് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ പ്രത്യേക പുതുമയൊന്നുമില്ല ഈ വീഡിയോയിൽ. എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവില്ല. അത് നമുക്ക് പലരിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ പഠിച്ച അറിവെല്ലാം പലരും പകർന്നു തന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു അറിവുണ്ടാവില്ല. ഓരോ ഗുരുക്കന്മാരിൽ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കും ഈ അറിവ് അറിയാത്തവർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക. സർവ്വ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ധനാഭിവൃദ്ധിയും ഐശ്വര്യവും നല്ല ആരോഗ്യത്തോടെയും കൂടി ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊള്ളും.